എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ ഇടപെടാമെന്ന് പറഞ്ഞിട്ട് അവരെ മോഹിപ്പിച്ച് അവരുടെ വോട്ടുകൾ വാങ്ങിയിട്ട് 5-6 വർഷം കഴിയുമ്പോൾ വീണ്ടും ആ കഥകൾ പറഞ്ഞിട്ട് വരുന്നവരോട് ഞങ്ങൾ ഓർമ്മപ്പെടുത്തട്ടെ, ഇത് ജനാധിപത്യത്തിന്റെ ഉത്സവമാണ്. തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ജനാധിപത്യത്തിന്റെ ഉത്സവമാണ്. ഓരോ വോട്ടർമാരുമാണ് ഈ ഉത്സവത്തിലെ പങ്കാളികൾ. അവന് അവന്റേതായ സ്വാധീനമുണ്ട്, അവന് അവന്റേതായ ഒരു ഇടമുണ്ട് ജനാധിപത്യത്തിൽ. അവന് ബൂത്തിനകത്തേക്ക് കയറി ചെന്നിട്ട് എന്റെ വോട്ട് ആർക്ക് കൊടുക്കണമെന്ന് അവന് തീരുമാനിക്കുമ്പോ അവൻ സ്വപ്നം കാണുന്നുണ്ട്. ശാന്തമായ ഒരു നാടിനവൻ സ്വപ്നം കാണുന്നുണ്ട്, സുന്ദരമായ ഒരു നാടിനവൻ സ്വപ്നം കാണുന്നുണ്ട്, സുന്ദരമായ നല്ല നാളുകൾ അവൻ സ്വപ്നം കാണുന്നുണ്ട്. തന്റെ കുടുംബത്തിനും തന്റെ മക്കൾക്കും മതിയായ വിദ്യാഭ്യാസം ലഭിക്കണമെന്നവൻ സ്വപ്നം കാണുന്നുണ്ട്. പക്ഷേ അതൊന്നും ലഭിക്കാതെ വരുമ്പോ ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കട്ടെ നിങ്ങളെ, നമ്മുടെ പഞ്ചായത്തിനകത്ത് 3 ഹയർ സെക്കൻഡറി സ്കൂളുകളുണ്ട്. ആ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് ഓരോ വർഷവും 400-ലേറെ വിദ്യാർത്ഥികൾ പഠിച്ചു പുറത്തിറങ്ങുന്നുണ്ട്. പക്ഷേ അവർക്കൊരു കോളേജിലേക്ക് പോകണമെങ്കിൽ വിദ്യാനഗറിലേക്ക് 36-40 കിലോമീറ്റർ സഞ്ചരിക്കണം, അല്ലെങ്കിൽ സുള്ളയിലേക്ക് 30-35 കിലോമീറ്ററുകൾ സഞ്ചരിച്ചു പോകണം. കഴിഞ്ഞ വർഷം കേരളത്തിനകത്ത് ഗവൺമെന്റ് കോളേജുകളില്ലാത്ത എല്ലാ മണ്ഡലങ്ങൾക്കും ഓരോ കോളേജുകൾ അനുവദിച്ചപ്പോ സ്വന്തമായി ഭരണസമിതിയുള്ള, സ്വന്തമായി MLA ഉള്ള തേലമ്പാടി പഞ്ചായത്തിനകത്തേക്ക് കൊണ്ടുവരാതെ 400 ഏക്കർ വിസ്തൃതിയുള്ള കേന്ദ്ര സർവകലാശാല സ്ഥിതി ചെയ്യുന്ന പെരിയക്ക് തൊട്ടടുത്തുള്ള ഒരു സ്ഥലത്തേക്കാണ് ആ ഗവൺമെന്റ് കോളേജ് കൊണ്ടുപോയത്. ഞങ്ങൾക്ക് എന്തേ പഠിക്കണ്ടേ, നമ്മുടെ മക്കൾ വളരണ്ടേ, നിങ്ങൾ തീരുമാനിക്കണം. നമുക്ക് സമ്പൽ സമൃദ്ധമായ ഒരു നല്ല നാളെ ഉണ്ടാവണം. അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിലാണ് നമ്മൾ ഏർപ്പെടേണ്ടത്. അതിനുവേണ്ടി കഴിവും പ്രാപ്തിയുമുള്ള ഒരാളെന്ന നിലയിലാണ് നിങ്ങളുടെ വോട്ട് നൽകുന്നതെങ്കിൽ ജനാധിപത്യ വിശ്വാസികളെ ഓർമ്മപ്പെടുത്തട്ടെ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, വലിയ വലിയ മോഹന വാഗ്ദാനങ്ങൾ ഞാൻ നൽകുന്നില്ല. പക്ഷെ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്, ഞാൻ തെരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ എന്റെ യോഗ്യത എന്ന് പറയുന്നത് ഞാനെന്ന വ്യക്തിയുടെ യോഗ്യതയല്ല, ഞാനെന്ന ഒരു വ്യക്തിയുടെ പേരിന്റെ യോഗ്യതയല്ല, നിങ്ങളൊക്കെ പറയുന്ന ഇബ്രാഹിം പള്ളങ്കോട് എന്ന് പറയുന്ന വ്യക്തിയുടെ യോഗ്യതയല്ല, എന്റെ തറവാടിന്റെ യോഗ്യതയല്ല, ഞാൻ കടന്നു വന്ന ഇന്നലകളുടെ യോഗ്യതയല്ല, ഞാൻ അനുഭവിച്ച അനുഭവങ്ങളുടെ യോഗ്യതയല്ല, മറിച്ച് ഞാൻ സ്ഥാനാർത്ഥിയായി തെരഞ്ഞെടുക്കപ്പെടാനുണ്ടായ യോഗ്യത എന്ന് പറയുന്നത് 6 പതിറ്റാണ്ടുകാലം ഭാരതത്തിന്റെ മണ്ണിൽ ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് പാർലമെന്റിനകത്തും പുറത്തും ഗർജിക്കുന്ന ശബ്ദമായി മാറിയ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ അച്ചടക്കമുള്ള ഒരു പാർട്ടി പ്രവർത്തകൻ എന്ന് പറയുന്നതാണ് എന്റെ യോഗ്യത എന്ന് നിങ്ങൾ ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിന്റെ പേരിലാണ് ഞാൻ ഈ സ്ഥാനാർത്ഥിത്വം ഏറ്റെടുത്തത്. എനിക്കൊന്നും നൽകാനായിട്ടില്ലെങ്കിൽ, എന്നെ തെരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ഭരണകൂടത്തിന്റെ ഏത് അന്തപുരത്തിന്റെ അകത്തളങ്ങളിലേക്ക് ചെന്നിട്ടും ഈ നാടിനാവശ്യമായ വികസനം പിടിച്ചു പറിച്ചുകൊണ്ടുവരാൻ എനിക്ക് കഴിയുമെന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വികസനം എന്ന് പറയുന്നത് ആരുടെ ഔദാര്യമല്ല, ഇന്ത്യയുടെ ഭരണഘടന അനുശാസിച്ചു നൽകുന്ന we the people of India having solemnly resolved to constitute as a socialist and democratic republic country എന്ന് പറഞ്ഞ ഈ രാജ്യത്തിനകത്ത് ജീവിക്കുന്ന ഓരോ പൗരനും അനുവദിച്ചു നൽകുന്ന ആ വികസനത്തിന്റെ പന്താവുകളെ പാവപ്പെട്ടവന്റെ കണ്ണീരൊപ്പാൻ പൊട്ടിപ്പറഞ്ഞ